സാർ, ഈ പാക് പ്രകോപനത്തിന് ഇപ്പോൾ ഈ നമ്മുടെ കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ വാലിയിലുണ്ടായ ഈ ആക്രമണം അതിൽ പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമായിട്ട് പുറത്തു വന്നത്. ഈ പാക് പ്രകോപനത്തിന് കാരണം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അങ്ങനെ ഒരു ചിന്തയാകാവുന്നതാണ്. കാരണം റാവൽപിണ്ടിയും രാഹുൽ ഗണ്ഡിയും ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാരതത്തിലുണ്ടായിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വളരെ എഫക്റ്റീവായ പ്രവർത്തനത്തിൻ്റെ ഫലം സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ്. അത് നടക്കുന്നതെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മൊത്തമുള്ള വികസനത്തിൻ്റെ വഴി നരേന്ദ്രമോദി കൃത്യമായി നയിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ആഭ്യന്തരമായിട്ട് ഉയർത്താൻ ശ്രമിച്ചു നോക്കിയ പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായി പരിഹരിച്ചു. ആ പരിഹരിച്ച സാഹചര്യം അല്ലെങ്കിൽ ഉയരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും വേണ്ട മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വെല്ലുവിളികളെയും അടിച്ചമർത്തി. അത് പറയുമ്പോൾ നമ്മൾ ഈ വെല്ലുവിളി എന്തൊക്കെയാണെന്ന് നോക്കണം. ഭാരതത്തിനുള്ളിലുള്ള ഇപ്പോഴത്തെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ചൈന, പാകിസ്ഥാൻ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, ഇപ്പോഴത്തെ ഭരണകൂടത്തെ അല്ല, മുമ്പുണ്ടായിരുന്ന അവരുടെ ഭാഗമായ ഡീപ് സ്റ്റേറ്റ്, ജോർജ് സോറോസിന്റെ ഈ മൂന്ന് ശക്തികൾ ഭാരതത്തിന്റെ അതിർത്തിക്ക് പുറത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് പരിവാർ, സംഘപരിവാർ എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പരിവാർ, അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, CPI ഉണ്ട്, നക്സലൈറ്റുകളുണ്ട്, മാവോയിസ്റ്റുകൾ, അർബൻ നക്സലും, അതായത് കാടൻ നക്സലും നാടൻ നക്സലും എല്ലാം ഉണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും ഇവരെല്ലാം അടങ്ങുന്ന ഒരു വിഭാഗം ഇസ്ലാമിക തീവ്രവാദത്തോടൊപ്പം നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ പക്ഷം കുഞ്ഞാലിക്കുട്ടിയുടെയും ഒവൈസിയുടെയും ഒക്കെ ആ പക്ഷം. മൂന്നാമത് പക്ഷം എന്ന് പറയുന്നത് പാശ്ചാത്യ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഈ മൂന്ന് കൂട്ടരും കൂടെ അകത്തു നിന്നും 3-3-6 അകത്തെയും പുറത്തെ ശക്തികൾ. ഈ ശക്തികളാണ് ഭാരതത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ചും അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിൻ്റെ ശേഷം 2004 തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ 6 കൂട്ടരും കൂടെ ഒന്നിച്ചു നിന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അധികാരത്തിലെത്തുകയും സോണിയെ റിമോട്ട് ഭരണം നടത്തുകയും അതിനിടയ്ക്ക് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും അതിൽ അമേരിക്കയുടെയും താല്പര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തത്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണം വന്ന ശേഷം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ആദ്യം വിട്ടത് മണിശങ്കർ അയ്യരെയാണ്. മണിശങ്കർ അയ്യർ അവിടെ പോയി നോക്കിയ ശ്രമം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ പോയിട്ട് ആവശ്യപ്പെട്ടു, അങ്ങേക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറ്റിയെങ്കിലേ പാകിസ്ഥാനും ഭാരതവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആ വാചകം ശ്രദ്ധിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഭാരതവും പാകിസ്ഥാനുള്ള പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നാണ് മണിശങ്കർ അയ്യർ അന്ന് പറഞ്ഞത്. ആ ഒഴിവാക്കൽ എന്ന വാക്കിന് വലിയ അർത്ഥം. ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ തന്നെ. അപ്പൊ ആദ്യത്തെ വെല്ലുവിളി ആ മേഖലയിലായിരുന്നു. നരേന്ദ്രമോദിക്കെതിരെയുള്ള, നമുക്ക് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, ഒഴിവാക്കലിൻ്റെ വലിയൊരു പരമ്പര, മോദി എന്ന വ്യക്തിയെ ഇല്ലാതാക്കുന്ന പരമ്പര മോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതുണ്ട്. അതിനെ ഇതുവരെ അതിജീവിക്കുന്നതിന് സ്വാഭാവികമായും ആദ്യം ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗും പിന്നീട് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കും കൃത്യമായ പങ്കുണ്ട്. അതായത് ആ ഒഴിവാക്കലിൽ നിന്ന് പ്രധാനമന്ത്രിയെ രക്ഷിക്കുന്നതിൽ ഈ രണ്ടുപേർക്കും കൃത്യമായ പങ്കുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുക, 2019
ആ പുൽവാമ ആക്രമണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു എന്ന് ആലോചിക്കണം. അതിന് മുമ്പുള്ള തൽക്കാലം ഞാൻ വിടുന്നു. ഇലക്ഷൻ വരാൻ പോകുന്നതിന് മുമ്പായിട്ട് മോദിക്ക് ഭാരതത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന സന്ദേശം ലോകത്തിന് നൽകാൻ വേണ്ടിയാണ് അന്ന് അമിത്ഷാ പാർട്ടി പ്രസിഡന്റാണ്. ആ സന്ദേശവും അന്ന് കൃത്യമായ ഇടപെടലിൽ കൂടെ ഭാരതം അതിനും പ്രതിരോധം തീർത്തു. മോദി മറുപടി കൊടുക്കും, ചുട്ട മറുപടി കൊടുക്കും എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ലോകരാഷ്ട്രങ്ങൾ പോലും ഇവിടെ കൂടെ നിൽക്കാത്ത അവസ്ഥയും വന്നു. അവസാനം മോദിയെ അടിക്കാൻ വേണ്ടി പാകിസ്ഥാനോട് ചേർന്ന് നിന്നുകൊണ്ട് രാഹുലും സോണിയയും അന്നത്തെ മഹാഗഠബന്ധൻ, അന്ന് മഹാഗഠബന്ധൻ എന്നാ പേര്, ഇന്ത്യ മുന്നണിയല്ല, ഉണ്ടാക്കിയെടുത്ത നാടകം പൊളഞ്ഞു. അത് മോദിയുടെ വിജയമായി മാറി. 2019 ആദ്യം മോദിയെ സഹായിക്കണമോ എന്ന്, മോദിയോടൊപ്പം നിൽക്കണമോ എന്ന് സംശയം വിചാരിച്ച ഡൊണാൾഡ് ട്രംപിന് അഭിപ്രായം മാറ്റേണ്ടി വന്നു. അതിനുശേഷമോ പിന്നെയും കാണുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ ആഭ്യന്തര സംരക്ഷണത്തിന്, ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വരുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിക്കാനും പല വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റാനും അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ കിടക്കേണ്ട വിഷയം എന്ന് പറയുന്നത് 3 തരം ആഭ്യന്തരമായ ശിഥിലീകരണ ശക്തികളാണ്. ഒന്ന്, ഇത് പറയുമ്പം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ഒന്നും നമ്മൾ മൊത്തമായിട്ടല്ല കാണുന്നത്. എങ്കിലും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഭാഗത്ത്, മണിപ്പൂരിലും മറ്റും ക്രിസ്ത്യൻ ഭീകരവാദികളുടെ പ്രവർത്തനമുണ്ട്. ഒരു വശത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കാലങ്ങളായിട്ട് അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 2, മൂന്നാമത് ചൈനയോട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിധേയത്വം പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ. ഈ 3 തീവ്രവാദികളും കൃത്യമായ അവരുടെ അജണ്ടയോടുകൂടി പരസ്പരം സഹകരിച്ചും പരസ്പരം ആയുധങ്ങളും തന്ത്രങ്ങളും ഒക്കെ പോലെ കൈമാറുകയും ചെയ്ത് ആളും അർത്ഥവും കൈമാറി എല്ലാം കൊടുത്ത്, നമുക്കറിയാം ഒറീസയിലെ സ്വാമി ലക്ഷ്മണാനന്ദയെ കൊല്ലുന്നത് അത് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളാണ് കൊല്ലുന്നത്. അന്ന് മാവോയിസ്റ്റുകളാണ് പണം വാങ്ങിച്ച ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കൂട്ടരും, അതായത് നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളും കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇസ്ലാമിക ക്രിസ്ത്യൻ തീവ്രവാദികളും, ഇവരെല്ലാവരെയും കൃത്യമായും നിലയ്ക്ക് നിർത്തുന്നതിന് ഇന്ന് സമയക്കുറവുകൊണ്ട് എണ്ണി പറയാൻ സമയമില്ലെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് തീവ്രവാദികളുടെ അവരുടെ ഭീകര പ്രവർത്തനങ്ങളുടെ പ്രഭാവം ഭാരതത്തിൽ ഏതാണ്ട് വർദ്ധിച്ച വേഗതയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അവരുടെ അടിവേരറുത്ത് കഴിഞ്ഞു. അവരുടെ അടിവേരറുത്തിരിക്കുന്നു. അവരെ സഹായിക്കുന്ന അർബൻ നക്സലുകളെയും നിലക്ക് നിർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവരെന്തെല്ലാം പറഞ്ഞാലും മണിപ്പൂരിൽ ഇവരെ ഉയർത്തിയതും ഈ ഇലക്ഷന് ഈ സന്ദർഭത്തിൽ മോദിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു. അതും വിശദീകരിക്കാൻ ഈ സമയമില്ല. അവിടെയും ഇവരെല്ലാം എന്തെല്ലാം ബഹളം വെച്ചെങ്കിലും അതിനെയും കൃത്യമായും പിടിച്ചൊതുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക തീവ്രവാദികളുടെ കാര്യത്തിൽ പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയക്കുന്ന തീവ്രവാദം ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആഭ്യന്തരമായി ആർട്ടിക്കിൾ 370 ഇല്ലാതാക്കിയതിനൊക്കെ ശേഷം ഭാരതം പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പം എടുത്തുചാട്ടമൊന്നും ആവാതെ അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിക്കാതെ തന്നെ വളരെ കൃത്യമായും വിധ്വംസക ശക്തികളെ പിടിച്ചു നിർത്താനും ഭാരതത്തിൻ്റെ ആന്തരിക സുരക്ഷ ഉറപ്പാക്കാനും കഴിഞ്ഞപ്പം ആ നിവൃത്തികേടിൻ്റെ ഇനിയും ഒരംഗത്തിന് ഞങ്ങൾക്ക് ബാല്യമില്ല, ഇനിയും ഭാരതത്തിന് എതിരെ
വിരൽ ഉയർത്തുന്നതിന് ഞങ്ങൾ കഴിവില്ല എന്ന് ബോധ്യം വന്ന ഞാൻ ആദ്യം പറഞ്ഞ 6 ശക്തികൾ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പഹൽഗാമിലെ ആക്രമണം ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാരണം അമിത്ഷായുടെ കഴിവിൽ, നരേന്ദ്രമോദിയുടെ നിയന്ത്രണത്തിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക്, ആഭ്യന്തര വെല്ലുവിളികൾക്ക് കൃത്യമായ മറുപടി വരുന്നു. ഭാരതത്തിൻ്റെ ഐക്യത്തെ, അഖണ്ഡതയെ ഇനി ചോദ്യം ചെയ്യുന്നതിന് ആർക്കും കെൽപ്പുണ്ടാവില്ലെന്നുള്ള സാഹചര്യവും വന്നിരിക്കുന്നു. അപ്പോൾ നിവൃത്തികെട്ട അന്തരീക്ഷത്തിലാണ് രാഹുൽ ബോധപൂർവം അമേരിക്കയിൽ പോയിരുന്ന സന്ദർഭത്തിൽ ആ രാഹുൽ ഗാന്ധിയുടെ കൂട്ടുകക്ഷികളായ റാവൽപിണ്ടിയിൽ നിന്നുള്ള ആളുകൾ ഭാരതത്തിൽ തീവ്രമായ ആക്രമണത്തിന് തയ്യാറായത്. അത് കൃത്യമായി അതങ്ങനെ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും, അതിൽ ഈവൻ കേരളത്തിലെ നേതാക്കന്മാരുൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വിപുലമായി സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണെങ്കിലും നമുക്ക് പറയുവാനുള്ളത്, ശക്തമായ നിലപാടുകളിലൂടെ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്ന അമിത്ഷായുടെ ആ കഴിവ് തന്നെയാണ് അമിത്ഷായുടെ നേതാവായ നരേന്ദ്രമോദിയെ തന്നെ വെല്ലുവിളിക്കണം എന്ന് ചിന്തിക്കുന്നതിന് ഈ വിധ്വംസക ശക്തികൾക്ക് തോന്നൽ ഉണ്ടാക്കിയതിന് കാരണം എന്നതാണ് എൻ്റെ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.